വാർത്തയിലേക്ക് TP വധക്കേസ് പ്രതി TK രജീഷിന് പരോൾ അനുവദിച്ചു. 15 ദിവസത്തേക്കാണ് പരോൾ അനുവദിച്ചത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ പ്രവേശിക്കരുതെന്ന ഉപാധിയോടെയാണ് പരോൾ അനുവദിച്ചത്. TK രജീഷിന് പരോൾ നൽകിയത് നിയമാനുസൃതമെന്ന് P ജയരാജൻ പറഞ്ഞു. അതേസമയം കൊടിസുനി കോടതി പരിസരത്ത് മദ്യപിച്ചത് കൊടിയായാലും വടിയായാലും അച്ചടക്കം ലംഘിച്ചാൽ നടപടി ഉണ്ടാകുമെന്നും P ജയരാജൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ സ്വമോട്ടമായിട്ടാണല്ലോ നടപടിയെടുത്തത്, സ്വമേധയാണല്ലോ. നിങ്ങളെ ഏതെങ്കിലും വാർത്താ ലേഖകൻ്റെ സാമർഥ്യം കൊണ്ട് ഇത് ചോർത്തിയെടുത്തു, അതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചു, അതിൻ്റെ അടിസ്ഥാനത്തിലല്ല നടപടിയെടുത്തത്. സർക്കാരിൻ്റെ ഇൻ്റലിജൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി കൃത്യമായ തെളിവുകൾ വന്നപ്പോൾ കൊടിയായാലും വടിയായാലും നടപടിയെടുക്കും എന്നതിൻ്റെ തെളിവാണ് ഈ പരോൾ റദ്ദാക്കലും പോലീസുകാർക്കെതിരായിട്ടുള്ള സസ്പെൻഷനും. വിവരങ്ങളുമായി നിഖിൽ അളവൂർ കണ്ണൂരിൽ നമുക്കൊപ്പം ചേരുകയാണ്. നിഖിൽ, TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ചട്ടം ലംഘിച്ച അല്ലെങ്കിൽ ഒരുപാട് പരോളുകൾ നൽകുന്നു എന്ന പരാതി KK രമ ഉൾപ്പെടെയുള്ള RMP നേതാക്കൾ ആവർത്തിച്ചുന്നയിക്കുന്നതാണ്. പ്രതിപക്ഷ നേതാക്കളും ഇപ്പോൾ വീണ്ടും TK രജീഷിന് പരോൾ നൽകാനിടയുണ്ടായ സാഹചര്യം എന്താണ്? ആദ്യം ബിനിൽ, ഈ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ തുടർന്ന് നൽകിയ അപേക്ഷയിലാണ് ഇപ്പോൾ TK രജീഷിന് പരോൾ നൽകിയിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ രജീഷിന് പരോൾ നൽകുന്നതിൽ നിയമപരമായ ചില തടസ്സങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. കാരണം ജയിൽ ചട്ടങ്ങൾ അനുസരിച്ച് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷം മാത്രമാണ് പരോളിന് അർഹതയുള്ളത്. TK രജീഷ് TP ചന്ദ്രശേഖരൻ കേസിലെ പ്രതി മാത്രമല്ല, 2 മാസം മുൻപ് കോടതി ശിക്ഷിച്ച മുഴപ്പിലങ്ങാട് സൂരജ് വധക്കേസിലെ 1ാം പ്രതിയാണ് TK രജീഷ്. അങ്ങനെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ച് 2 മാസം പോലും പൂർത്തിയാകും മുന്നെയാണ് TK രജീഷിന് ഇപ്പോൾ പരോൾ അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ഇത് ആദ്യമായാണ് രജീഷിന് പരോൾ ലഭിക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. അതിലാണ് P ജയരാജൻ പറയുന്നത്, മറ്റ് ചില ആളുകൾ ഇത്തരത്തിൽ ജയിലിലെ ചട്ടങ്ങൾ ലംഘിക്കുകയും ജയിലിനകത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്തു എന്നതുകൊണ്ട് മറ്റൊരാൾക്ക് പരോൾ നിഷേധിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. പക്ഷേ ആ കാര്യം അവിടെ നിൽക്കുന്ന അതേ സമയത്താണ് സൂരജ് വധക്കേസിലെ 1ാം പ്രതിയായി ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നയാൾ കൂടിയാണ് TK രജീഷ് എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ പരിഗണനയിൽ വരുന്നത്. ആ നിലയ്ക്ക് ജയിൽ ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്ന രീതിയിലേക്ക് തന്നെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ കൊടിസുനിയുടെ പരോളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുന്നു. മാത്രമല്ല, ഈ ജയിലിൽ കഴിയവേ തന്നെ കോടതിയിൽ വിചാരണയ്ക്ക് കൊണ്ടുപോയ സമയത്ത് മദ്യപിച്ച വിഷയം ചർച്ചയായി നിൽക്കുന്നു. ഇങ്ങനെ TP കേസ് പ്രതികളുമായി ബന്ധപ്പെട്ട നിരന്തര വിവാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതേസമയം P ജയരാജൻ അക്കാര്യത്തിൽ പറയുന്നത്, ഈ ജയിലിലെ ചട്ടങ്ങളും നിയമങ്ങളുമൊക്കെ ലംഘിച്ചു കഴിഞ്ഞാൽ അത് കൊടിയായാലും വടിയായാലും നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ കൊടിയെയും വടിയെയും നോക്കാതെ നടപടിയെടുക്കുമെന്ന് പറയുന്ന അതേ സമയത്ത് തന്നെ TK രജീഷിന് പരോൾ ലഭിക്കുന്നു. അവിടെ കൃത്യമായ ഈ ജയിലിലെ ചട്ടങ്ങളുടെ ലംഘനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം. ഉറപ്പായും നിഖിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 2 പ്രധാനപ്പെട്ട കേസുകളിൽ കോടതി കുറ്റവാളി എന്ന് കണ്ട് ശിക്ഷിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്, കുറ്റവാളിയാണ്, പ്രതിയുള്ള കുറ്റവാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആവർത്തിച്ചുള്ള നിയമലംഘനങ്ങളിൽ പെടുന്നത്. അപ്പോൾ കൊടിസുനിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ നൽകിയെന്ന് ജയിൽ ഉപദേശക സമിതി അംഗമായിട്ടുള്ള P ജയരാജൻ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ജയിൽ ചട്ടങ്ങളുടെ ലംഘനം ഇപ്പോൾ ഈ കാര്യത്തിൽ TK രജീഷ് 1ാം പ്രതിയായിട്ടുള്ള TP കേസിൽ 1ാം പ്രതിയായിട്ടുള്ള TK രജീഷിന് പരോൾ അനുവദിച്ചതിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ അളവൂർ.